റിപ്പോർട്ട് ബ്രേക്കിംഗ്. മെഡിസിപ്പ് പ്രീമിയം തുക വർദ്ധിപ്പിച്ച സർക്കാർ തീരുമാനത്തെ നിയമപരമായി നേരിടാൻ പ്രതിപക്ഷ സർവീസ് സംഘടന അഡ്മിനിസ്ട്രേറ്റീവ് ട്രിബ്യൂണലിനെ സമീപിക്കാനാണ് നീക്കം. പെൻഷൻകാരിൽ നിന്നും കൂടുതൽ പണം ഈടാക്കുന്നത് നിയമവിരുദ്ധമെന്നാണ് പ്രതിപക്ഷ സർവീസ് സംഘടനകളുടെ വിമർശനം. പ്രതികരണമുണ്ട്, കേൾക്കാം. മെഡിസെപ്പിൽ സർക്കാർ ജീവനക്കാർക്കോ പെൻഷൻകാർക്കോ അർഹതപ്പെട്ട ചികിത്സ ആനുകൂല്യമോ ക്യാഷ്ലെസ് ചികിത്സയോ ലഭിക്കുന്നില്ല എന്നുള്ളതാണ് ആ പദ്ധതിയുടെ പ്രധാനപ്പെട്ട പോരായ്മ എന്ന് പറയുന്നത്. 433 രൂപ ഒരു മാസം പെൻഷനായി കിട്ടുന്ന പുതിയ പങ്കാളിത്ത പെൻഷൻകാരൻ എങ്ങനെയാണ് 810 രൂപ കൊടുത്ത് ഈ പദ്ധതിയിൽ ചേരാൻ കഴിയുക? അപ്പോൾ ഇതിനെ നമ്മൾ നിയമപരമായി നേരിടാനും അതുപോലെ തന്നെ ഇതിനെതിരായിട്ടുള്ള പ്രക്ഷോഭം വളരെ സജീവമാക്കുവാനുമാണ് ഞങ്ങളുടെയൊക്കെ സംഘടനകൾ തീരുമാനിച്ചിരിക്കുന്നത്. ഇത് ജീവനക്കാരെ സംബന്ധിച്ചിടത്തോളം മെഡിസെപ്പല്ല, മെഡിതെഫ്റ്റാണ്. ഈ മെഡിസെപ്പിന്റെ പേരുള്ള കൊള്ളയ്ക്കാണ് ജീവനക്കാരെ വിധേയരാക്കിയിരിക്കുന്നത്. ഇത് പ്രതിഷേധാർഹമാണ്. സുനീഷ നമുക്കൊപ്പം ചേരുന്നുണ്ട്. സുനീഷ, ഗുഡ് മോർണിംഗ്. സുനീഷ, ഈ മെഡിസെപ്പിന്റെ പേരിൽ പെട്ടെന്ന് വർധന വന്നത് പെൻഷൻകാരെയാണ് കൂടുതലും ബാധിച്ചിരിക്കുന്നത്. സർവീസ് സംഘടനയിൽ മറ്റ് ജോലിക്കാരാണെങ്കിൽ പോലും ഈ 500ഉം 1000ഉം രൂപയും ഒക്കെ ഓരോ മാസവും അരിച്ചരിച്ച് കണക്കുകൂട്ടി ജീവിക്കുന്ന മനുഷ്യരുണ്ട്. അവർക്കിതൊരു ബുദ്ധിമുട്ടുണ്ടാക്കും എന്നാണ് പ്രതിപക്ഷ സംഘടനകൾ പറയുന്നത്. ഇതിലും അവരിട്ട പേര് കൊള്ളാം. മെഡിസെപ്പിന് പകരം മെഡി തെഫ്റ്റാണ് നടക്കുന്നത് എന്നാണ് പ്രതിപക്ഷ സംഘടനകൾ പറയുന്നത്. പ്രതിഷേധം കടുപ്പിക്കാനാണോ നീക്കം, സുനിഷ? അരുൺ, ഗുഡ് മോർണിംഗ്. ഇപ്പോൾ പറയുന്നത് അത് തന്നെയാണ്, പ്രതിഷേധം കടുപ്പിക്കാൻ തന്നെയാണ്. സ്വാഭാവികമായും അരുൺ പറഞ്ഞതുപോലെ ഇപ്പോൾ ഉള്ള ജീവനക്കാരേക്കാൾ ഏറ്റവും അധികം ബുദ്ധിമുട്ട് നേരിടുന്നത് പെൻഷൻകാർ തന്നെയാണ്. നിലവിൽ 500 രൂപയായിരുന്നു അവർക്ക് മെഡിക്കൽ അലവൻസ് എന്നുള്ള രീതിയിൽ തന്നെ നേരത്തെ സർക്കാർ നൽകിയിരുന്ന. ഈ 500 പോയിന്റ് മെഡിസെപ്പിന്റെ ഭാഗമായി എടുത്തിരുന്നത്. പക്ഷേ ഇപ്പോൾ 310 രൂപ കൂടി കൂട്ടി 810 രൂപയാകുമ്പോൾ സ്വാഭാവികമായും ഈ പെൻഷൻ തുകയിൽ നിന്നും ഈ 310 കൂടി പോവുകയാണ് എന്നുള്ളതാണ്. അത് വലിയ രീതിയിൽ തന്നെ എത്ര രൂപ പെൻഷൻ വാങ്ങുന്ന ആളാണെങ്കിലും ഈ 810 രൂപ പോകും. അത് വലിയ ബുദ്ധിമുട്ടിലേക്ക് തന്നെ പോകുന്നു എന്നുള്ളതാണ് പെൻഷൻകാർ പറയുന്നത്. ഒപ്പം തന്നെ ഈ സാമ്പത്തിക പ്രതിസന്ധിയിലടക്കം ഇത്തരത്തിൽ വില കൂട്ടേണ്ടിയിരുന്നോ എന്നതടക്കമുള്ള തുക കൂട്ടേണ്ടിയിരുന്നോ എന്നതടക്കമുള്ള ചോദ്യങ്ങളും ഒരു ഭാഗത്ത് ഉയരുന്നുണ്ട്. പക്ഷേ സർക്കാർ പറയുന്നത് നിലവിലെ തുക അപര്യാപ്തമല്ലാത്തത് കൊണ്ടാണ് 310 രൂപ കൂടി കൂട്ടി 810 ആക്കിയത് എന്നുള്ളതാണ്. ഏതായാലും ഇതുമായി ബന്ധപ്പെട്ടുകൊണ്ട് നിയമപരമായി നേരിടാൻ തന്നെയാണ് പ്രതിപക്ഷ സർവീസ് സംഘടനകളുടെ തീരുമാനം. അതിന്റെ ഭാഗമായി അഡ്മിനിസ്ട്രേറ്റീവ് ട്രൈബ്യൂണലിനെ അടക്കം ബന്ധപ്പെടുമെന്നുള്ളതാണ് അറിയിച്ചിട്ടുള്ളത്. നേരത്തെ തന്നെ ഈ തീരുമാനം വന്നതിന് ശേഷം വലിയ തരത്തിലുള്ള പ്രതിഷേധങ്ങൾ, ധർണകളും സമരങ്ങളും ഒക്കെ പല ഭാഗങ്ങളിലായി ഉണ്ടായിരുന്നു. പക്ഷേ ഇനിയും ഒരു തീരുമാനം ഉണ്ടായില്ല എങ്കിൽ വലിയ പ്രതിഷേധങ്ങളിലേക്ക് കടക്കുമെന്നുള്ളത് തന്നെയാണ് ജീവനക്കാർ പറയുന്നത്. ഈ പറഞ്ഞതുപോലെ ചിലയിടങ്ങളിൽ ഈ മെഡിസെപ്പിനെ ഒരു ഭാഗത്ത് പ്രീമിയം തുക വർദ്ധിപ്പിക്കുന്നുണ്ടെങ്കിലും പല ആശുപത്രികളിലും ഇതിന്റെ ആനുകൂല്യം ലഭിക്കുന്നില്ല എന്നുള്ളൊരു പരാതി കൂടി ഇവർ ഉന്നയിക്കുന്നുണ്ട്. പലയിടത്തും പോയാൽ ഇവിടെ മെഡിസെപ്പിന്റെ ആനുകൂല്യം ലഭിക്കാനില്ല എന്നുള്ളതാണ് ഇവർക്ക് ലഭിക്കുന്ന മറുപടി. അങ്ങനെയെങ്കിൽ എന്തിനാണ് എല്ലാവരും ഇങ്ങനെ നിർബന്ധിക്കപ്പെട്ടുകൊണ്ട് ഇതിലേക്ക് ചേരേണ്ടി വരുന്നത് എന്നുള്ളതാണ്. അങ്ങനെയാണെങ്കിൽ മെഡിസെപ്പ് ഒരു ഓപ്ഷണൽ ആക്കി മാറ്റുക, താല്പര്യമുള്ളവർക്ക് 810 രൂപ കൊടുത്ത് ഇതിലേക്ക് ചേരട്ടെ, അല്ലെങ്കിൽ മെഡിസെപ്പിന്റെ ഭാഗമാകട്ടെ എന്നുള്ളതാണ് ഇവർ മുന്നോട്ട് വയ്ക്കുന്നത്. അത്തരമൊരു തീരുമാനത്തിലേക്ക് കടക്കുമോ എന്നത് അറിയേണ്ടതുണ്ട്. പക്ഷേ ഏതായാലും സർക്കാരിന്റെ ഭാഗത്തു നിന്നും പറയുന്നത് നിലവിൽ ഇപ്പോൾ ഒരു ജീവനക്കാരന് അല്ലെങ്കിൽ ഒരു പെൻഷൻ പറ്റുന്ന ഒരാൾക്ക് 8200 മുകളിലും പ്ലസ് 18% GST-യുമാണ് ഇതിന്റെ ഭാഗമായി കൊടുക്കേണ്ടി വരുന്നത്. അപ്പോൾ അങ്ങനെ നോക്കുകയാണെങ്കിൽ ഒരുപക്ഷെ സർക്കാർ ഈ GST തുകയിൽ കുറവ് വരുത്താനുള്ള ഒരു സാധ്യത കൂടി കാണുന്നുണ്ട്. അതായത് ഇവർക്ക് ബുദ്ധിമുട്ടില്ലാത്ത തരത്തിൽ അങ്ങനെ ഒരു മാറ്റം കൊണ്ടുവരാനുള്ള ഒരു നീക്കവും സർക്കാരിന്റെ ഭാഗത്തു നിന്ന് നടക്കുന്നുണ്ടായിരുന്നു. ഓക്കെ, താങ്ക് യു. അപ്പോൾ സുനീഷ ആണ് ഇപ്പോൾ വിവരങ്ങൾ നൽകിയത്. അപ്പോൾ പ്രിയപ്പെട്ടവരെ, ചെറിയ വർധനവ് പോലും ചിലപ്പോൾ ഈ പെൻഷൻ ജീവനക്കാർക്ക് അത് വലിയ ബുദ്ധിമുട്ടുണ്ടാക്കും. അത് ശരിയാണ് പ്രതിപക്ഷ സംഘടനകൾ പറയുന്നത്. എന്നാൽ തുക വർദ്ധിപ്പിക്കാതെ ഇൻഷുറൻസ് കമ്പനികൾ ഈ ഇൻഷുറൻസ് ഏറ്റെടുക്കില്ല. അതാണ് പ്രശ്നം. നേരത്തെ ചെറിയ തുകയ്ക്ക് ഇൻഷുറൻസ് വരുന്ന സമയത്ത് മറ്റൊരു സ്വകാര്യ സ്ഥാപനമാണ് ഇത് ഏറ്റെടുത്തത്. കാര്യമായിട്ടൊന്നും നടപ്പായില്ല. മെഡിസെപ്പ് ഒരു വലിയ ദുരന്തമായി തീരുകയായിരുന്നു. അപ്പോൾ അതുകൊണ്ട് മെച്ചപ്പെടുത്താനാണ് സർക്കാർ തീരുമാനം. ബുദ്ധിമുട്ടുണ്ടാവും. സർക്കാരാണ് അത് പരിശോധിക്കേണ്ടത്, അത് പരിഹരിക്കേണ്ടത്. പ്രിയപ്പെട്ടവരെ,